റഷ്യയിൽ മുഖ്യ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവാൽനി അദ്ദേഹം ജയിലിൽ വെച്ച് സൈബീരിയയിലെ തടവറയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു വാർത്ത. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി വ്ളാഡിമിർ പുടിനാണ് റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷ ശബ്ദങ്ങളെയൊക്കെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തുന്നു എന്നുള്ള പരാതികളും ആ അർത്ഥത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉയരുന്നതിനിടെ ഇദ്ദേഹം ഈ നവാൽനി തന്നെ പല സമയങ്ങളിലായി ഇത്തരത്തിലുള്ള വധശ്രമങ്ങളെ അതിജീവിച്ച ഒരാളും കൂടിയാണെന്നുള്ള വാർത്തകൾ പോലും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അപ്പോൾ അലക്സി നവാൽനി മരിക്കുമ്പോൾ അടുത്ത മാർച്ചിൽ അവിടെ പുതിയ ഇലക്ഷൻ വരാനിരിക്കുന്നു റഷ്യയിൽ. അതിനിടെ 19 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച നവാൽനി കുഴഞ്ഞു വീണ് മരിക്കും. അദ്ദേഹത്തിൻ്റെ മരണം നൽകുന്നത് എന്താണ്? ആ നിഗൂഢതയും ദുരൂഹതയും മറനീക്കി പുറത്തു വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് പുടിന് എത്രമാത്രം വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം കൂടി സംസാരിക്കുകയാണ്. അജിംസ്, എന്താണ് ഈ അലക്സി നവാൽനിയുടെ മരണം വാർത്ത കണ്ടപ്പോൾ തോന്നിയത്? ഇതിലിപ്പോൾ ഒരു കാര്യക്ഷമമായ അന്വേഷണമൊക്കെ നടക്കും എന്ന് കരുതേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഇന്നലെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അലക്സി നവാൽനിയെ റെഫർ ചെയ്തു. അദ്ദേഹം ജയിലിലാണെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ആണ് ഈ വാർത്ത കാണുന്നത്. അദ്ദേഹം മരിച്ചെന്ന വാർത്ത വളരെ കോയിൻസിഡൻസ് ആണ്. ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പുറത്തു വരുന്നുണ്ടാവുക. ശരിക്കും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം ഞാൻ ഈ റഷ്യൻ പൊളിറ്റിക്സ് കുറേ വർഷങ്ങൾ വേൾഡ് വിത്തസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കീനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ റഷ്യൻ പൊളിറ്റിക്സ് അന്ന് കാണുമ്പോൾ ഞാൻ 2013 മുതലാണ് റഷ്യൻ രാഷ്ട്രീയം നോക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഈ വ്ളാദിമിർ പുടിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണല്ലോ, ഒരു ഫിനോമിനനാണ്. കാരണം അദ്ദേഹം എത്ര വർഷമായി 25 വർഷം മറ്റായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും. പ്രസിഡൻ്റായിട്ട് തുടരാനുള്ള കാലാവധി പൂർത്തിയാകുമ്പോൾ അദ്ദേഹം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു, കുറച്ച് നാൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു, വീണ്ടും തിരിച്ച് പ്രസിഡൻ്റാവുന്നു. അങ്ങനെ ആജീവാനന്ദ അദ്ദേഹത്തിന് റഷ്യ ഭരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അവിടെയുണ്ട്, ഭരണഘടനാപരമായും രാഷ്ട്രീയമായും. അപ്പോൾ ഈ റഷ്യയുടെ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിണാമവും താരതമ്യം ചെയ്യുന്ന വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. കാരണം എങ്ങനെയാണ് ഈ റഷ്യക്കാർ എങ്ങനെയാണ് ഒരു ഓട്ടോക്രാറ്റിന്, നമുക്ക് ഓട്ടോക്രാസി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഒരു കൺട്രോൾഡ് ഡെമോക്രസി എന്ന് പറയുന്നതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, എല്ലാ 5 ഇപ്പോൾ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങളില്ല, മാർച്ചിൽ നടക്കാൻ പോകണം. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് 96%, ഇപ്പോൾ ഈജിപ്തിലെ CCA കിട്ടുന്ന 99 കിട്ടില്ല, 95-96% വോട്ടുകൂടി ജയിക്കും. അവിടെ പ്രതിപക്ഷമുണ്ടോ? ഉണ്ട്, പ്രതിപക്ഷ പാർട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, എല്ലാ പാർട്ടികളുണ്ട്. അവിടെ പിന്നെന്താ പ്രശ്നം? വോട്ട് ജയിച്ചു കഴിഞ്ഞാൽ അത് പുടിനാണ് ജയിക്കുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പുടിൻ അവിടെ ആരാധകരുണ്ട്, അവിടെ പുടിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, പുടിൻ്റെ യുക്രൈൻ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിനപ്പുറം മാധ്യമങ്ങൾ, ഇപ്പോൾ ഈ നവാൽനി മരിച്ചു, റഷ്യൻ മീഡിയ എന്ന് പറയുന്ന റഷ്യയുടെ നമുക്കറിയാലോ RT എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനാണത്. RT വിടുക, ബാക്കിയുള്ള മീഡിയ, അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മീഡിയകൾ നവാൽനിയെ പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല. ഇന്നലെ റഷ്യൻ TV ടെലിവിഷൻ ചർച്ചയിൽ ഒരാൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നവാൽനിയുടെ മരണ വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുശോചിക്കുന്നു. നമ്മൾ അവിടെ ഒരു ആങ്കർ എന്ന് പറയാം, അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരം തടസ്സപ്പെടുത്തുകയാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റൊരു കാര്യം, നവാൽനി ആദ്യമായിട്ടല്ല, അദ്ദേഹം മരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ഉറപ്പമായിരുന്നു. അതിൻ്റെ കാരണം 3-4 വട്ടം അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഒരു തവണ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഒരു നെർവ് ഏജൻറ്റ് കുത്തിവെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. അദ്ദേഹം ഒരു വിമാനയാത്രയുടെ ഇടയിൽ കുഴഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന തീരുമാനം ആ എയർലൈൻ എടുത്തുകൊണ്ട് മാത്രം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും അത് ജർമ്മനിയിലേക്ക് അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്യുകയും അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുകയും പിന്നീട് നടന്ന പരിശോധനയിലാണ് അദ്ദേഹത്തിന് ഈ റഷ്യൻ സ്പൈ ഏജൻസി നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു നെർവ് ഏജൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നു. അത് അദ്ദേഹം ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വരുന്നു. ഏതാണ്ട് ഒരു 2-3 മാസമാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റഷ്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ സൈബീരിയയിലെ ജയിലിലാണ് കൊണ്ടുപോയി അദ്ദേഹത്തെ ഇടുന്നത്. അപ്പോൾ ഈ പുറത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം കുറേ കൂടി സ്മാർട്ടായിട്ടുള്ളൊരു ഓപ്പോസിറ്റ് ലീഡറാണ്. ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ മോഡൽ ഒരു ആൻറ്റി കറപ്ഷൻ ബ്ലോഗറായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് വലിയ തോതിൽ ജനങ്ങളെ മാസ് മൊബിലൈസേഷൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഇൻഫ്ലുവൻസ് അവിടെ റഷ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇദ്ദേഹം ഒരു ചാരനുമായ മീൻസ് ഒരു സ്പൈ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് ടെലിഫോൺ കോൾ ചോർത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ഈ നെർവ് ഏജൻറ്റ് കുത്തിവെച്ചത്? നവാൽനിയുടെ അണ്ടർവെയറിലാണ് ഈ കെമിക്കൽ തേച്ചത്. അപ്പോൾ ഇതൊരിക്കൽ അതിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ മരിക്കും. അത് പലരും അത് സംശയിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചതാകാൻ ചിലപ്പോൾ കൊന്നു കളഞ്ഞതാകാം, നമുക്കറിയില്ല. എന്താണ് മരണകാരണം എന്ന് ഇനിയും വ്യക്തമല്ല. ഇനി കൊന്നതാണെങ്കിൽ പോലും റഷ്യൻ തടവറകളിൽ നിന്ന് എങ്ങനെയാണ് കൊന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഞാൻ അതിൽ ചിന്തിക്കുന്നത് നമ്മൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരേ പാർട്ടി തന്നെ ഇലക്ഷനിൽ ജയിക്കുന്നു, പ്രതിപക്ഷം ദയനീയമായ വിധവും അപഹസനീയമായ വിധവും പരാജയപ്പെട്ടു പോകുന്നു. അത് റഷ്യയിൽ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്. വലിയ തോതിൽ സമ്പത്ത് ഭരണകക്ഷി കുന്നുകൂട്ടി വയ്ക്കുന്നു. പുട്ടിന് വേണ്ടി അവിടുത്തെ ഒളിഗാർക്സ് പണിത് കൊടുത്ത ഒരു പാലസ് തുറന്നു കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. പുട്ടിന് വേണ്ടി മാത്രം ഒരു കൊട്ടാരം പണിത് കൊടുത്തതാണ്. അതിൻ്റെ ഇൻസൈഡ് വിഷ്വൽസ് വെച്ചിട്ടാണ് നവാൽനി അത് പുറത്തു വിട്ടത്. അപ്പോൾ ഒരിക്കലും പുട്ടിനെ ഇഷ്ടപ്പെടില്ല. പുട്ടിനെ ഇഷ്ടപ്പെടുന്നു പോട്ടെ, പുട്ടിന് ഇപ്പോൾ യുക്രൈൻ അധിനിവേശത്തെ എതിർത്ത 3 പേരാണ് ഈ കോവിഡ് കാലത്ത് വന്നത്. അതിൽ 2 പേരും മരിച്ച ഒഡീഷയിലാണ്, ഇന്ത്യയിൽ. സേഫിന് ഓർമ്മയുണ്ട് ആ വാർത്ത വന്നത്. അതായത് അവിടുത്തെ ഒരു വലിയ എണ്ണ കമ്പനിയുടെ ഹെഡായിട്ടുള്ള ഒരാൾ ആശുപത്രിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. ബാക്കി 2 പേർ എന്ന് പറഞ്ഞാൽ അവർ പുട്ടിൻ്റെ സഹയാത്രികരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അവർ ഒഡീഷയിലെ വിനോദയാത്രയ്ക്ക് വന്നതാണ്. ഒരു ഹോട്ടലിന് മുകളിൽ ഈ സഡൻ ഡെത്ത് സിൻഡ്രോം ഓഫ് റഷ്യ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് വെസ്റ്റേൺ മീഡിയയിൽ. അതായത് ചില ആളുകൾ പെട്ടെന്ന് മരിച്ചു റഷ്യയിൽ. അതിൻ്റെ കാരണം കൊന്നുകളയെന്നാണ്. പുട്ടിന് ഇഷ്ടക്കേട് വന്നാൽ ഇപ്പോൾ എന്താണ് മറ്റേ ഒരു വാഗ്നർ സേനയുടെ തലവനുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഫ്ലൈങ് ക്രാഷിന് മരിച്ചല്ലോ. അപ്പോൾ അവിടെ സഡൻ ഡെത്ത് സിൻഡ്രോം ഒരു പ്രതിഭാസമാണ്. എത്രയോ പേര് ഇപ്പോൾ ഒരു KGB ഏജന്റ് ഉണ്ടായിരുന്നു, പുട്ടിനെതിരായി അലക്സാണ്ടർ ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മോളെയും സ്ക്രിപ്പാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യൂലിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മോളെയും നെർവ് ഏജന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന വീടിൻ്റെ വാതിലിൻ്റെ പിടിയിൽ നെർവ് ഏജന്റ് വെച്ചു. ഒരു വാതിൽ അടയ്ക്കുന്ന സമയത്ത് കയ്യിലായി ഒരു എക്സ്പോസായി അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് 2 പേരും ചെയ്ത്. എത്രയോ പേരെ അങ്ങനെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആശ്വസിക്കാം, ഇവിടെ പ്രതിപക്ഷത്തെ കൊന്നുകളയുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല. പക്ഷേ ജയിലിൽ കിടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പാർലമെൻറ്റിനകത്ത് സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ജയിലിലിടുന്നില്ല, കൊല്ലുന്നില്ല. കൊലയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പ്രതിപക്ഷ നേതാക്കളെ കൊല്ലുന്നില്ല എന്ന് ഒഴിച്ചാൽ വളരെ സിമിലാരിറ്റി റഷ്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും തമ്മിൽ തോന്നുന്നുണ്ട്. അത് എന്താണ് പറയുക, ഒരുതരം ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യമാണ്. പക്ഷേ ഒരുതരം കൺട്രോൾഡ് ഡെമോക്രസിയിലേക്ക് നമ്മുടെ രാജ്യം റഷ്യയെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നവാൽനിയുടെ മരണത്തിൽ നമ്മൾ ദുഃഖത്തോടെ ഓർക്കാനുള്ള ഒരു കാര്യം. ദാവ് സാഹിബ് ഒരു പ്രതിപക്ഷ നേതാവെന്നതിനപ്പുറത്തേക്ക് പുട്ടിൻ വിമർശകനായിരുന്നു അദ്ദേഹം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ. അപ്പോൾ മാർച്ചിൽ ഒരു ഇലക്ഷൻ വരാനിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടുകൾ പുട്ടിനുണ്ടോ? അല്ല, ഇലക്ഷനിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇത് ഈ പറഞ്ഞ ഒരു പൊളോണിയം ഉപയോഗിച്ചുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ യാസർ അറഫാത്തിൻ്റെ മരണം, അത് അൽ ജസീറയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. യാസർ അറഫാത്തിൻ്റെ ഇത് മരണമല്ല കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർ സമർത്ഥിക്കുന്നത് പൊളോണിയാണ് ഉപയോഗിച്ചതെന്നുള്ളതാണ്. പൊളോണിയം ഇന്നത് ഉപയോഗിച്ചാൽ ഇന്ന് തന്നെ ആൾ മരിക്കണമെന്നില്ല, അത് പിന്നീട് വല്ലപ്പോഴൊക്കെ സംഭവിക്കാം. അപ്പോൾ യാസർ അറഫാത്തിൻ്റെ കെഫിയ അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതോ ഒരു കെഫിയ പൊളോണിയത്തിന് എക്സ്പോസ്ഡ് ആയിരുന്നു എന്നാണ് ഈ അൽ ജസീറ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. അപ്പോൾ ഫലസ്തീനികൾ ഷഹീദ് യാസർ അറഫാത്ത് എന്നാണ് പറയുക. അവർ യാസർ അറഫാത്ത് മരിച്ചതായിട്ടല്ല, യാസർ അറഫാത്തിനെ കൊന്നതായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നേരത്തെയുള്ള ഏതെങ്കിലും പറഞ്ഞമാതിരിയുള്ള നെർവ് ഏജൻറ്റിന് ചെറിയ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാകാം, അത് പിന്നീട് വർക്ക് ചെയ്തതും ആകാം. അത് ഇലക്ഷനിൽ ഇദ്ദേഹത്തെ നവാൽനിയെ ഭയക്കേണ്ട ഒരു സിറ്റുവേഷനൊന്നും പുട്ടിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സ്ഥലം കാണും സേഫ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ കാർപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജയിൽ. ഞാൻ ജസ്റ്റ് നോക്കി, ഇന്നത്തെ അവിടുത്തെ വെതർ എത്രയാണ് അറിയോ? -22 ഡിഗ്രി സെൽഷ്യസ് ആണ്. -20 അവിടെ വിൻ്ററിൽ, സാധാരണ വിൻ്ററിൽ അത് -30 ഡിഗ്രി പോകുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ താമസിക്കുന്ന മോസ്കോയിലാണ്. മോസ്കോയിൽ നിന്ന് 1947 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങേരുടെ വക്കീലിനാല് കുടുംബക്കാർക്കൊക്കെ ഒരു ദിവസം ഒന്ന് പോയി കാണണമെന്നോ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. 1947 കിലോമീറ്റർ ദൂരം ഒരു ഐസ് കട്ടയിലേക്കാണ് പോകേണ്ടത്. -22 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കും. അവിടെ ഇപ്പോൾ എത്ര വർഷമായി? 1-2 വർഷത്തോളം അദ്ദേഹം അവിടെ കിടക്കുകയാണ്. 19 വർഷത്തെ തടവാണ്. 19, ആദ്യം 9 വർഷത്തെ, പിന്നെ 19 വർഷത്തെ എക്സ്ട്രാ വേറെ ഇട്ടിരിക്കുകയാണ്.
ഹെൽത്ത് തകരുമല്ലോ. അങ്ങനെ തന്നെയും അത് ജയിൽ സെല്ലിൻ്റെ വിഷയമാണ്. അത് ആകത്തുള്ള ഒരു റൂമിൽ അത് ഏകാന്ത തടവല്ല, കൂടെ ഒരു കൊടും കുറ്റവാളി ഉണ്ടാവും. അവിടുത്തെ വാഷ്റൂം എന്ന് പറഞ്ഞാൽ ആ തറയിലൊരു ഹോള് മാത്രമാണ്. അതൊരു 3 മീറ്റർ അകലെ മാത്രം ഈ വാഷ്റൂമിൻ്റെ ഒരു ഹോൾ മാത്രം ഉണ്ടാവും. ഒന്നാലോചിച്ച് പോകും. പക്ഷെ ഒരു കാര്യം നമ്മൾ കണ്ട്, ഇദ്ദേഹം അജിംസ് അവിടെ നടന്ന ഒരുപാട് ഈ പൊളിറ്റിക്കൽ അസാസിനേഷൻ്റെ കഥ പറഞ്ഞാൽ 2015 എന്താണ് ബോറിസ് നെംസ്തോവ് എന്ന് പറഞ്ഞിട്ടൊരു അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്, വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ പോലെ അലക്സിയെ പോലെ തന്നെ 45 വയസ്സോ മറ്റേ ഉണ്ടായിരുന്നു. അപ്പം ഈ ബോറിസിൻ്റെ മരണത്തിന് ശേഷമാണ് അലക്സി നവാൽനി പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുവരേക്കും ഈ പറഞ്ഞ മാതിരി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട പരിപാടി. അതിന് വലിയ കാഴ്ചക്കാരുണ്ടായിരുന്നു. അപ്പോൾ ബോറിസ് വെടിയേറ്റ് മരിച്ചൊരു സന്ദർഭത്തിൽ ഇൻ ദ ഷൂസ് ഓഫ് ബോറിസ് എന്ന് പറഞ്ഞ് അലക്സി നവാൽനി വരണമെങ്കിൽ അതിനൊരു ധൈര്യം വേണമല്ലോ. കാരണം തൊട്ടു പിറകെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയുടെ ഒരു സാഹചര്യത്തിൽ ഇത് അപകടകരമായൊരു വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് തിരഞ്ഞെടുത്ത ഒരാളാണ്. ആ നിലയ്ക്ക് അദ്ദേഹം നിശ്ചയമായും സല്യൂട്ടേഷൻ അർഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം ഈ റഷ്യയുടെ പുട്ടിൻ്റെ ഭരണം, റഷ്യയുടെ ആഭ്യന്തര ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അതെല്ലാം ശരിയായിരിക്കെ തന്നെ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ മീഡിയ പുട്ടിനെയും റഷ്യയെയും പ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വരച്ച് കാണിക്കുന്നത് പൂർണ്ണമായി തൊടാതെ വിഴുങ്ങാൻ നമുക്ക് പറ്റുകയില്ല. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിന് വെസ്റ്റേൺ മീഡിയ എപ്പോഴും ഒരു അതർ ഡെവിൾ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് പുട്ടിനെ വെച്ചിരിക്കുന്നത്. മുമ്പ് സദാം ഹുസൈൻ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഈദി അമീൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. വെസ്റ്റിൽ ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളെയും നേതൃത്വത്തെയും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അലക്സി നവാൽനിയുടെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹം പുട്ടിൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ പ്രധാനമായും അദ്ദേഹം പുട്ടിനെ എതിർക്കുന്നത് നമ്മളൊരു കെജ്രിവാൾ പൊളിറ്റിക്സാണ്. എന്നാൽ അഴിമതിയാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. അഴിമതി വിരുദ്ധ സംഘടന അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പേ അഴിമതി വിരുദ്ധ സംഘടനയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങേരുടെ പ്രസിദ്ധമായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ നടത്തിയിട്ടുള്ള പ്രോഗ്രാംസ്, പ്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാംസിൽ മഹാഭൂരിപക്ഷവും അഴിമതിയാണ്. പുട്ടിൻസ് പാലസ് ആണ് അവസാനം ചെയ്ത ഡോക്യുമെൻ്ററി. പുട്ടിന് എവിടെ ഒരു വലിയ പാലസ് ഉണ്ടെന്നുണ്ട്, ആ പാലസിനെ കുറിച്ച്, ഈ കരിങ്കടൽ തീരത്തുള്ള റിസോർട്ടുകളെക്കുറിച്ച്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ്. അഴിമതി വിരുദ്ധതയാണ് പുള്ളിയുടെ ഫോക്കസ് ഏരിയ എന്നാണ്. പക്ഷെ അതേസമയം പുട്ടിൻ ഊന്നി നിൽക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. അത് ഈ പറയുന്ന റഷ്യൻ കൺസർവേറ്റീവിസം, കൾച്ചറൽ നാഷണലിസം, ഒരു റഷ്യൻ സ്റ്റേറ്റിസമാണ് പുട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ നാട്ടിൽ ഉള്ള ഭരണവർഗം എന്താണോ സ്വീകരിച്ചത് അത് തന്നെയാണ് പുള്ളി സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ പുട്ടിനോട് എന്തെങ്കിലും ആശയപരമായ വിയോജിപ്പ് അലക്സി നവാൽനിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, പുള്ളി 2003 തോന്നുന്നു മോസ്കോ മേയറൽ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നുണ്ട്. 27% വോട്ടാണ് കാണിച്ചത്. അന്ന് അദ്ദേഹം മത്സരിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട റഷ്യ മാർച്ചസ് എന്ന് പറയുന്ന ഈ ആൻറ്റി മൈഗ്രൻ്റ് സംഘടനയുണ്ട്, അവരുടെ പിന്തുണയിലാണ്. അന്ന് ആ കാലത്ത് 2000, 2001, 2003 കാലത്തൊക്കെ അലക്സി നടത്തിയിട്ടുള്ള റാലികൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ലഭ്യമാണ്. അതിൽ അങ്ങേയറ്റം വളരെ മോശപ്പെട്ട ഭാഷയിൽ ഈ റേഷ്യൽ സ്ലർ ഉണ്ടല്ലോ, വംശീയ മുൻവിധികൾ നിറച്ച അങ്ങേയറ്റ വംശീയ സ്വഭാവത്തിലുള്ള പ്രഭാഷണം പുള്ളി നടത്തുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ കോക്രോച്ചസാണ്, ഫ്ലൈസാണ്, കൂറകളാണ്, മൂട്ടകളാണ്, പാറ്റകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ ഈ മൈഗ്രൻസിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്, ജോർജിയൻസിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. ആ നിലക്കുള്ള വംശീയത പ്രസംഗിച്ച് നടന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചില പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് 2003 ശേഷം, ഈ മോസ്കോ മേയറൽ ഇലക്ഷന് ശേഷം പുള്ളി ആ രാഷ്ട്രീയ ലൈനിൽ നിന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്, കൂടുതൽ ഈ അഴിമതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഈ പറയുന്ന പുട്ടിൻ മുന്നോട്ട് വെക്കുന്ന ഈ റഷ്യൻ സ്റ്റേറ്റിസം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അലക്സിയുമുണ്ട്. അതിനകത്ത് അലക്സിയുമുണ്ട്. അതുകൊണ്ട് എന്തോ ഒരു അതിമഹത്തമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പുറത്ത് പ്രവർത്തിച്ച ഒരാളാണ് അലക്സി എന്ന് വിലയിരുത്തുന്നത് ശരിയാവില്ല. പക്ഷേ അതേസമയം റഷ്യൻ ഡെമോക്രസിയെ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരുപാട് മനുഷ്യർ നടത്തിയിട്ടുള്ള ത്യാഗപൂർവമായ പരിശ്രമങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ റോൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരാൾ
ഈ 47-ാമത്തെ വയസ്സിൽ കൊഴിഞ്ഞു വീഴുന്നു എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായുള്ള കാര്യമാണ്. അപ്പോൾ നവാൽനി മരിച്ചിരിക്കുന്നത് അനുയായികൾ ഇപ്പോഴും അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും റഷ്യൻ ഭരണകൂടം അത് സ്ഥിരീകരിച്ചു എന്നുള്ളതിന് റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഈ മരണം എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില ഏരിയകളിലൊക്കെ റഷ്യൻ പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിക്സും തമ്മിൽ വലിയ സാമ്യതകളുമുണ്ട് എന്നതുകൂടി കാണണം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നമസ്കാരം.